ഇത്ര പെട്ടെന്ന് ജോലി കിട്ടിയോ എന്നുള്ളതാണ് തോന്നിയത്. എൻ്റെ പേര് സിറിന. ഡിഗ്രി ഞാൻ BTech ആണ് ചെയ്തത്. BTech ഡയറി സയൻസ് ആൻഡ് ടെക്നോളജി. അത് കഴിഞ്ഞ് വർക്ക് ചെയ്തു. പിന്നെ അതിനുശേഷം ഒരു ഗ്യാപ്പ് എടുത്തിട്ടാണ് പിന്നെ മെഡിക്കൽ കോഡിങ് പഠിച്ചത്. ഇപ്പം പ്ലേസ്ഡ് ആയോ? ഇപ്പോൾ ഒപ്റ്റത്തിൽ പ്ലേസ്ഡ് ആയി. നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണെന്ന് അറിയണ്ടായിരുന്നു. ഇൻസ്റ്റിറ്റ്യൂട്ടിനായാലും നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു. പ്ലേസ്മെന്റിന്റെ കാര്യത്തിലായാലും ഞാൻ ഓൺലൈനായിട്ടായിരുന്നു കോഴ്സ് ചെയ്തത്. പിന്നെ പ്രിപ്പറേഷൻ ബാച്ചിനാണ് ഇവിടെ ബ്രാഞ്ചിൽ പോയി ചെയ്തത്. അപ്പോൾ ഓൺലൈനായി ചെയ്യുമ്പോൾ നമുക്ക് ആ ടൈമിൽ നമുക്ക് കറക്റ്റായിട്ട് ഓൺലൈൻ ബാച്ച് ആണെങ്കിലും നന്നായി പഠിപ്പിക്കും. എല്ലാ കാര്യങ്ങളും നല്ല നീറ്റായിട്ട് നമുക്ക് ഒരു ക്ലാസ്സിലിരുന്ന് പഠിക്കണ പോലെ തന്നെ കറക്റ്റായിട്ട് അപ് ടു ഡേറ്റ് ആയിട്ട് ടീച്ചേഴ്സൊക്കെ ചെയ്തു തരുമായിരുന്നു. ഇൻ്റർവ്യൂ ക്ലാസ് HR റൗണ്ടിനെ പറ്റിയിട്ടൊക്കെ നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് ഇൻ്റർവ്യൂ തന്നെ ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഒരു HR ഇൻ്റർവ്യൂ മോക്കായിട്ട് തന്നിട്ടുണ്ടായിരുന്നു. അത് നല്ല ഹെൽപ്ഫുൾ ആയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഒപ്റ്റത്തിലാണെങ്കിലും ചോദിച്ചിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസൊക്കെ സെയിം അതുപോലെ ഞങ്ങൾക്ക് ഇവിടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു മോക്ക് ഇൻ്റർവ്യൂവിൽ. പഠിച്ച് തുടങ്ങുന്ന സമയത്ത് ഓരോ ചാപ്റ്റർ കഴിയുമ്പോഴും അതിൻ്റെ ക്വസ്റ്റ്യൻസൊക്കെ ചെയ്യുമ്പോൾ നല്ല ടഫായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പറ്റില്ല എന്ന് തന്നെ തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ അത് ശരിക്കും കോഴ്സ് കഴിഞ്ഞ് പിന്നെ പ്രിപ്പറേഷന് കയറിയ സമയത്ത് കുറേ മോക്കുകൾ ചെയ്തിട്ടാണ് അത് റെഡി ആയത്. അപ്പം അങ്ങനെയാണ് അങ്ങനെ ക്വസ്റ്റ്യൻസൊക്കെ പെട്ടെന്ന് ചെയ്യാനൊക്കെ പറ്റിയത്. 91%. ഇത്ര പെട്ടെന്ന് ജോലി കിട്ടിയോ എന്നുള്ളതാണ് തോന്നിയത്. കാരണം ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പം തന്നെ പഠിച്ചിറങ്ങിയിട്ടും അധികമായിട്ടില്ല. മെയ്യിൽ എക്സാം കഴിഞ്ഞിട്ട് ഇപ്പോൾ ജൂലൈ ആയപ്പോൾ തന്നെ ഇത് വന്നു, ഇൻ്റർവ്യൂ വന്നു. ഇപ്പോൾ സെലക്റ്റഡ് ആയി എന്ന് പറഞ്ഞ് മെയിൽ വന്നപ്പോൾ നല്ല ഹാപ്പി ആയിരുന്നു. പിന്നെ അത്ഭുതം തോന്നി. ഇങ്ങനെ ക്ലാസ്സിനെ പറ്റി കേട്ടിട്ട് തന്നെയാണ്. നന്നായി പഠിപ്പിക്കും. പിന്നെ ഇപ്പോൾ ഓൺലൈനിലായാലും ഇപ്പം നമ്മൾ പഠിക്കുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തിയിട്ട് അവർ അടുത്ത ക്ലാസ് എടുക്കുള്ളൂ. ഓരോ ചാപ്റ്റർ കഴിഞ്ഞാലും എക്സാമൊക്കെ ഉണ്ടായിരുന്നു, ക്വസ്റ്റ്യൻസൊക്കെ ചെയ്യിപ്പിക്കും. അപ്പോൾ അതിനെപ്പറ്റി അറിഞ്ഞിട്ട് തന്നെയാണ് ആരോണ് സെലക്ട് ചെയ്തത്.